അയ്യേ അവിടെ ഒരാൾ വീട് കട്ടുണ്ട്. താന്ന് പോയി നോക്കണം. ഞാൻ പോയി നോക്കാം. മാഷേ, ഇത് നമ്മളെ അഖിലാണല്ലോ. അഖിലോ? അഖിലേ, എന്ത് പറ്റി? അയ്യോ, ഇവനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ. മാഷേ, ഇത് കേസ് വേറെയാണ്. നമുക്ക് ഇവനെ വീട്ടിൽ കൊണ്ടുപോകാം. മാഷേ, ശരി, വീട്ടിൽ കൊണ്ടുപോകാം. മോനെ, മോനെ, പൈസ 3000 നീ ഞങ്ങളുടെ അടുത്ത പണവും സാധനങ്ങളൊക്കെ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചേക്കണേ? അത് ഞങ്ങൾക്ക് കിട്ടണം. അവനങ്ങ് അയച്ചു വിട്ടേക്ക്. സമയം അതിക്രമിച്ചതിനാൽ ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ലഹരിയുടെ ഉപയോഗം കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമ്മുടെ ദിനപത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ദിനേന വലിയ വലിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നു, നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളെ കുത്തിക്കൊല്ലുന്നു, എന്തിന് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യുന്നു. ലഹരി എന്ന ഈ മഹാവിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ നിയമപാലകരോ അതല്ലെങ്കിൽ നിയമനിർമ്മാണ സമിതികളോ മാത്രം വിചാരിച്ചാൽ പോരാ. അതിനെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം ഈ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളും മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്കിവിടെ സംസാരിക്കാൻ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. മാഷൊരു കത്തുണ്ട്, തോന്നുന്ന ഒരാള് തന്നതാ. നമ്മുടെ അഖിലിന്റെ കത്താണല്ലോ. പ്രിയപ്പെട്ട അച്ഛന്, ക്ഷമ ചോദിക്കാൻ എനിക്ക് അർഹതയില്ല എന്നറിയാം. എങ്കിലും ലഹരി എന്ന മഹാവിപത്തിൽ നിന്നും എനിക്ക് മോചനമില്ല. പലരും ഉപയോഗിച്ച സിറിഞ്ച് ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ മറ്റൊരു മാറാരോഗത്തിന് കൂടി അടിമയായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിന് അവസരമില്ല. ഈ കത്ത് അച്ഛൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞാൻ ഈ ലോകത്തോട് വിട വാങ്ങിയിരിക്കും. എന്നോട് പൊറുക്കുക എന്ന് അഖിൽ. എന്ത് പറ്റി മാഷേ? അയ്യോ, നമ്മുടെ അഖിൽ